ഒരു ലാഗിങ്ങും ഇല്ല. നല്ല ഫാമിലി ഇമോഷണൽ പടമാണ്. നല്ല രസമുണ്ട്. ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലാഗൊന്നുമില്ല. നമ്മളവിടെ അങ്ങ് ബ്ലെൻഡായിട്ടിരുന്ന് കണ്ടുപോകും. കാരണം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇമോഷൻസ് ഉള്ള ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന പടമാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ സുരാജേട്ടൻ്റെ എല്ലാ പടങ്ങളിലും സുരാജേട്ടൻ്റെ ആസിഫ് അലി എടുക്കുന്നൊരു എഫോർട്ടുണ്ട്. കാരണം സുരാജേട്ടൻ്റെ ഇമോഷൻസ് നമുക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് നമ്മളും ഇമോഷനായി പോകും. അതുകൊണ്ട് കുറേ മുഹൂർത്തങ്ങളുടെ പടത്തിൽ നല്ല രസമാണ്. ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ നൽകുന്ന എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോകണം. കണക്റ്റ് ആവും. സുരാജേട്ടൻ പഴയ സുരാജേട്ടൻ എന്നല്ല, എന്നും സുരാജേട്ടൻ ആസിഫ് അലി നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്യണത്. എനിക്ക് ഒരിക്കലും ഒരു മോശമായിട്ട് തോന്നിയിട്ടില്ല. അതിൻ്റെ അകത്ത് സുരാജേട്ടൻ്റെ നമുക്ക് കൂടുതലും കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യന് ഒരു നല്ലൊരു സൗഹൃദം കിട്ടുക, ആ സൗഹൃദം വളരുക എന്നുള്ളൊരു സംഭവമാണ് പടത്തിൽ പോകുന്നത്. ആ ഒരു രീതിയിൽ എനിക്ക് പടം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. സൗഹൃദത്തിൽ നമുക്ക് വാല്യൂ കൊടുക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പടം നമുക്ക് ഇഷ്ടപ്പെടും. നന്നായിരുന്നു. രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പിന്റെ കഥയാണ്. കിള്ളമ്പടോ ആസിഫിൻ്റെ രണ്ടാം തിരിച്ചുവരവാണ്. പൊളിയായിട്ടുണ്ട്. സുരാജിൻ്റെ ട്രാക്ക് പറ്റില്ല. കിട്ടില്ലായിട്ട് ഒരു രക്ഷയില്ല. മസ്റ്റായിട്ടും യൂത്തിനും ഫാമിലിക്കും വന്ന് കാണാൻ പറ്റിയ കിട്ടില്ല പടമാണ്. ആസിഫിൻ്റെ രണ്ടാം വരവ് തന്നെ തിരിച്ചുവരവാണ്. 2.5 മണിക്കൂർ ലാഗ് അടിപ്പിക്കില്ല. പക്കായിട്ട് കാണാൻ പറ്റും. എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റും. കിട്ടില്ല പോലെ ക്ലൈമാക്സ് ഒന്നും പറയാനില്ല. നല്ല ഫീലിംഗ് ഇമോഷൻ കഴിച്ച എല്ലാം ഉള്ള പടം. നല്ല അത്യാവശ്യം ഞങ്ങൾക്ക് വന്ന് ധൈര്യമായിട്ട് വന്ന് കാണാൻ പറ്റുന്നത്. ഇല്ല, ലാഗ് ഫീൽ ചെയ്യുന്നില്ല. നല്ല പക്കായിട്ട് എൻജോയ് പറ്റും. പൊളി കെമിസ്ട്രി, ഒരു രക്ഷയില്ലാത്ത കെമിസ്ട്രിയാണ്. നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. ഡയറക്ടർ നല്ല എക്സ്പീരിയൻസ് ആയിട്ട് നല്ല ഇതുണ്ട്. പക്ക മേക്കിങ് എല്ലാം ഓൾ നോൾ എല്ലാം പറ്റും. ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊളിയായിട്ടുണ്ട്. നൈസ്. യൂത്തിന് മസ്റ്റായിട്ട് വന്ന് കാണാൻ പറ്റിയ ശരിക്കും പണം ഉള്ളവർ വന്ന് കാണേണ്ട പടം തന്നെ. ഹിറ്റടിക്കും. കുഴപ്പമില്ല ഏട്ടാ, കൊള്ളാം. ചെറുതായിട്ട് സ്റ്റാർട്ടിങ്ങിൽ കണ്ടോണ്ടിരിക്കാം. സുരാജാണോ? അങ്ങനെയൊന്നുമില്ല. കോമഡി എന്ന് പറയാൻ പറ്റില്ല. കുഴപ്പമില്ല. നല്ല പടം. 2.5 മണിക്കൂറുകൊണ്ട് ലാഗ് വല്ല ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, ലാഗൊന്നുമില്ല. കണ്ടോണ്ടിരിക്കാം. ആരാണ് കോമഡിയിൽ മികച്ചിരിക്കുന്നത്? ആസിഫ് അലിയോ സുരാജോ? ആസിഫ് അലി തന്നെ. ചേച്ചി എങ്ങനെയുണ്ട്? നല്ലതാണ്. ചേച്ചി എങ്ങനെയുണ്ട് പടം? ആരാ ഏറ്റവും നല്ലതായിട്ട് കോമഡി ചെയ്യുന്നത് പടത്തില്? സുരാജാണോ ആസിഫ് അലിയാണോ? രണ്ടുപേരും കുഴപ്പമില്ല. കണ്ടോണ്ടിരിക്കാം 2.5 മണിക്കൂർ. നല്ല പടം. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും കാണണം. നല്ല സിനിമയാണ്. 2.5 മണിക്കൂറുകൊണ്ട് ലാഗ് വല്ല ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. കണ്ടോണ്ടിരിക്കാം. സോങ്സ് ഒക്കെ ഇല്ല, നല്ല ഒരു ഫീൽ ഗുഡ് മൂവി. ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ കാണണം. കിടിലം പടം. നല്ല പടം. 2.5 മണിക്കൂറുകൊണ്ട് ഒരു എന്തെങ്കിലും ലാഗ് ഉണ്ടോ? ഇല്ല, ഒരു ലാഗ്. നല്ല പടം. സുരാജേട്ടന്റെ പഴയ കോമഡിയൊക്കെ ഒരു ടൈപ്പ് സുരാജേട്ടനാണ്? ഏത് ടൈപ്പ് ജോണറാണ് പടം? പാവപ്പെട്ട ആള്. ഏതൊരു ജോണറാണ് പടം? ഇത് കോമഡിയാണോ? ഫ്രണ്ട്ഷിപ്പിന്റെ കഥ. ഏതായാലും കണ്ടോണ്ടിരിക്കാം. പടം ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. കണ്ടോണ്ടി ചിരിക്കാനൊക്കെ ഉണ്ടോ? ഇഷ്ടപ്പെട്ടു. സൂപ്പറാണ്. 2.5 മണിക്കൂർ ബോറൊന്നും ഇല്ല. അടിപൊളിയാണ്. പടം സൂപ്പർ പടം. ഒരു വെറൈറ്റി ഉണ്ട്. അടിപൊളി. വെരി മൂവി. സൂപ്പർ. അത് ഒരു കുറേ കാലമായിട്ടുള്ള ഒരു പ്രത്യേക ഒരു അഭിനയം നന്നായിട്ടുണ്ട്. രണ്ടുപേരുടെ അഭിനയം. അതുപോലെ തന്നെ കഥ, തങ്കത്തിൻ്റെ കഥ സൂപ്പർ കഥ. നന്നായി. ഒരു ലാഗിങ്ങും ഇല്ല. അടിപൊളി. സൂപ്പർ. നല്ല സിനിമ. നന്നായി.